ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ഫ്രൈ ആണ്. ഫ്രൈ ചക്കപ്പൊരി അങ്ങനെ പറയാം. ചക്കൻ്റെ ചുലങ്ങനെ എടുത്തിട്ട് കുറുവൊക്കെ ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ വെക്കണം. നമുക്ക് വൈകുന്നേരം ചായക്കോ പിന്നെ സുലൈമാനിക്കോ അല്ലെങ്കിൽ കട്ട ചായക്കോ ഒരു സ്നാക്സ് വേണമല്ലോ. അതുകൊണ്ട് ചക്ക ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് ചക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തു. 3-3.5 സ്പൂൺ ടേബിൾ സ്പൂൺ മൈദ എടുത്തു. പിന്നെ കുറച്ച് ഒരല്പം ഉപ്പ്, പിന്നെ 1, 2, 2.5 സ്പൂണ് പഞ്ചസാര എടുത്തു. ഇത്തിരി കളറിന് വേണ്ടി മാത്രം മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒരു 3 ഏലക്കായ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കാം. അതും മിക്സ് ചെയ്യുക അതിൽ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം, ഒരുപാട് ആവരുത് വെള്ളം. ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇളക്കിയിട്ട് ഏകദേശം ഈ പരുവത്തിലാക്കണം. ഇത്ര ലൂസ് വേണം. ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചെറിയൊരു ചട്ടി വെക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മെല്ലെ ഒരു സ്ലോ മോഷനിൽ മെല്ലെ ഇടണം കേട്ടോ. ഓയിലിലേക്ക് മെല്ലെ ഇങ്ങനെ പതുക്കെ ഒരു 3-4 ചക്കൻ്റെ ചുല എടുത്തിട്ട് ഇങ്ങനെ അതിലേക്ക് മാവിലേക്ക് മുക്കിയിട്ട് ഇങ്ങനെ മെല്ലെ ഇടാം. ചക്ക ഇങ്ങനെ ഫ്രൈ ആകുമ്പോൾ അടിമറിച്ചിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കണം. ഒരുപാട് സ്ട്രോങ്ങിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നാലേ നല്ല ഉള്ളിൽ നല്ല വെന്ത് കിട്ടും. പ്ലേറ്റിലൊക്കെ ഇട്ട് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കും. നല്ല ഗ്ലാമറുണ്ട്, ഭംഗിയുണ്ട്, പിന്നെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ഫുഡ്.